സ്റ്റാർ വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യൽ ഇഞ്ചി കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി കഴുകി വൃത്തിയാക്കിയെടുത്ത ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഇഞ്ചി കഷ്ണങ്ങൾ. പിന്നെ ആവശ്യത്തിന് വാളംപുളി പിഴിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉലുവ, കടുക്, കുറച്ച് ശർക്കരപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണയുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നത് വരെ ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളിയും ഇഞ്ചിയും നല്ലവണ്ണം ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കോരിയെടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച എണ്ണ തന്നെയാണിത്. അതിലേക്ക് നമുക്ക് ഉലുവയും കടുകും ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. പച്ചമുളകും കരിവേപ്പിലയും നല്ലവണ്ണം ഒന്ന് വറുത്ത് വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ശേഷം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും ചുമന്നുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇഞ്ചിക്കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. എരിവും ഉപ്പൊക്കെ ബാലൻസ് ചെയ്തതിനായി നമുക്കിതിലേക്ക് ലേശം ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇഞ്ചിക്കറി റെഡിയാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റാർ വ്ലോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.